ചെന്നൈ കരൂരിൽ ടി.വി.കെ അധ്യക്ഷനും നടനുമായ വിജയ് നയിച്ച റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരിൽ 38 പേരെ തിരിച്ചറിഞ്ഞു. ഇതിൽ 14 പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മരിച്ചവരിൽ 9 കുട്ടികളും 17 സ്ത്രീകളും ഉൾപ്പെടുന്നു. 111 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ 51 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കി മൃതദേഹങ്ങൾ വേഗത്തിൽ വിട്ടുകൊടുക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. മരിച്ചവരിൽ 28 പേർ കരൂർ സ്വദേശികളാണ്. ഇതിൽ 1.5 വയസ്സുള്ള കുഞ്ഞും ഉൾപ്പെടുന്നു. ഇന്ന് പുലർച്ചെ 3:30 തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ആശുപത്രി സന്ദർശിച്ചു. ഇവിടെ എത്തിയ അദ്ദേഹം മോർച്ചറിയിലെത്തി മരിച്ചവർക്ക് അന്തിമോപചാരം അർപ്പിച്ചു. പരിക്കേറ്റവരെയും അദ്ദേഹം സന്ദർശിച്ചു. കരൂരിൽ നടന്നത് വിവരിക്കാനാകാത്ത ദുരന്തമെന്നും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷവും പരിക്കേറ്റവർക്ക് 2 ലക്ഷവും നൽകുമെന്ന് വിജയ് പറഞ്ഞു. ചികിത്സയിൽ കഴിയുന്നവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തമിഴക വെട്രിക്കഴകം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. കരൂരിലെ സംഭവത്തിന്റെ വേദന മനസ്സിൽ നിന്നും പോകുന്നില്ലെന്നും ഹൃദയം പേറുന്ന വേദന വാക്കുകളാൽ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ലെന്നും വിജയ് പറഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷവും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും തമിഴ്നാട് സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിന് പിന്നാലെ ടി.വി.കെ ജനറൽ സെക്രട്ടറി പുസി ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് നേതാക്കൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ ടി.വി.കെ അധ്യക്ഷൻ വിജയിയെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. യോഗത്തിന് പോലീസ് നിർദ്ദേശിച്ച എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിരുന്നുവെന്ന് ടി.വി.കെയുടെ അഭിഭാഷകൻ പ്രതികരിച്ചു.